സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായകമായേക്കാവുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് AI വൈൽഡ് വാച്ചർ. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി മൃഗങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മനസ്സിലാക്കി ഏത് മൃഗമാണെന്നും കടന്നുപോയ ലൊക്കേഷനും അടക്കമുള്ള വിവരങ്ങൾ കൺട്രോൾ റൂമിലും RRT സംഘത്തിനും മെസ്സേജിംഗ് ആപ്പ് വഴി അതിവേഗം എത്തിച്ചു നൽകും. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾക്ക് തെർമൽ ക്യാമറയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റിന് വേണ്ടി നമ്മളൊരു 600-700 മീറ്റർ കാടിൻ്റെ ഉള്ളിൽ ഫൈബർ ഒരു 6 മാനറിൽ ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ വെനെവർ എനി വൈൽഡ് ആനിമൽ ക്രോസസ് ഓവർ, ഇതിൻ്റെ മീതെ കൂടെ നടന്നാലോ അതിൻ്റെ പ്രോക്സിമിറ്റിയിലേക്ക് വന്നാലോ അത് സെൻസ് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ക്യാമറയുടെ പരിധിയിൽ എവിടെയെങ്കിലും ചലനങ്ങൾ ഉണ്ടായാൽ ആ ദിശയിലേക്ക് ഫോക്കസ് ചെയ്ത് അതിവേഗം ഇമേജ് പകർത്തും. ക്യാമറയുടെ ദൃശ്യമെടുക്കാനെത്തിയ മാതൃഭൂമി വാർത്താ സംഘത്തെയും വൈൽഡ് വാച്ചർ കഴുകനെ പോലെ നിരീക്ഷിച്ചു. അര കിലോമീറ്റർ അകലെയുള്ള ദൃശ്യങ്ങൾ പോലും വ്യക്തമായി ഈ ക്യാമറയിൽ കിട്ടും. DAS സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഇത്തരം ക്യാമറകൾ കൂടി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ കാടിറങ്ങുന്ന വന്യജീവികളുടെ ലക്ഷ്മണരേഖയായി AI വൈൽഡ് വാച്ചർ മാറും. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൃഗങ്ങളുടെ സാന്നിധ്യമറിയാൻ DAS സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. നന്ദുഷ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. പാലക്കാട് നിന്ന് നന്ദുഷ, എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഉപകാരപ്രദമാകാവുന്ന ഒരു കാര്യമാണ്. എത്രയും വേഗം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിയോ പാലക്കാട്? മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ച ഒരു വേനൽക്കാലമാണ് കടന്നുപോയത്. കാട്ടിനുള്ളിലെ കുടിവെള്ളക്ഷാമമൊക്കെ തന്നെ ആയിരിക്കാം അത്തരത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവാകാനുണ്ടായ കാരണം. അതുമൂലം നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അത് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാരണമായിരുന്നു. അത്തരത്തിലൊരു ജീവനാശമൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അത് ദാരുണമായിരുന്നു. അതിനൊക്കെ ശാശ്വതമായ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അത്തരത്തിൽ വന്യജീവികളുടെ കാടിറക്കത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ തടുക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. DIS ടെക്നോളജി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ്. അതിനോടൊപ്പം നമ്മുടെ ഈ തെർമൽ ക്യാമറകളെയും അതോടൊപ്പം നമ്മുടെ അല്ലാതെയുള്ള ക്യാമറകളെയൊക്കെ AI സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ച് മൃഗങ്ങളുടെ കാടിറക്കത്തെ വ്യക്തമാക്കി മനസ്സിലാക്കി ഏത് മൃഗമാണ് കാടിറങ്ങിയത്, ഏത് ലൊക്കേഷനിലാണ് ഇത്തരത്തിൽ മൃഗങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അതിനൊക്കെ RRT സംഘങ്ങൾക്കുമൊക്കെ തന്നെ കൈമാറുന്ന ഒരു ദ്രുതഗതിയിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരീക്ഷണം പൂർത്തിയായി ഈ AI മൊഡ്യൂളിനെ പൂർണ്ണമായി പരിശീലിപ്പിച്ച് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്നതോടെ കേരളത്തിലെ വന്യജീവി ശല്യത്തിന് ഒരു വേഗത്തിൽ കേരളത്തിൽ ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കാൻ കഴിയട്ടെ എന്നാണ്